Hi everyone. Today we are going to deal with the topic population regression function. Econometricsലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് population regression function. So എന്താണ് population regression function എന്ന് നോക്കുന്നതിന് മുൻപ് first we have to understand what is regression analysis. So regression analysis എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ബയോമെട്രീഷ്യൻ ആയ സർ ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് in the later part of 19th century. So, regression endana ennu nokkunnadinu munpu first we have to understand what is an independent variable and what is a dependent variable. So, ഇവിടെ നമ്മൾ ഒരു Keynesian consumption function ആണ് എടുത്തിരിക്കുന്നത്. C is equal to A plus BY, where C is consumption, B is MPC, A is autonomous consumption, and Y is income. So ഇവിടെ basically പറയുന്നത് ഇത്രേ ഉള്ളൂ. കൺസംഷൻ എന്ന് പറയുന്നത് is dependent upon income. ഇൻകത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാണോ ആ ചേഞ്ച് കൺസംഷനിലും റിഫ്ലക്റ്റ് ചെയ്യും. അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ C എന്താണ്? C is the dependent variable that is dependent upon Y, whereas Y is the independent variable. അപ്പം എന്താണ് ഇൻകം എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും consumption ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ആസ് യു ഓൾ നോ MPC എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ഒരു യൂണിറ്റ് ചേഞ്ച് ഇൻകത്തിൽ വരുമ്പോൾ എത്രമാത്രം അത് കൺസംഷനിൽ വരും. ഒരു യൂണിറ്റ് ചേഞ്ച് ഓഫ് ഇൻകം കാരണം കൺസംഷനിൽ ഉണ്ടാവുന്ന വ്യത്യാസം, അതാണ് MPC. ആൻഡ് A is autonomous consumption. autonomous consumption എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇൻകം ഇല്ലെങ്കിലും നമ്മൾ എത്രമാത്രം കൺസ്യൂം ചെയ്യും എന്ന് കാണിക്കുന്നതാണ് autonomous consumption. സോ ബേസിക്കലി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്തുനിന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് Y, അതായത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് C is dependent upon income. ഇൻകത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം കാരണമാണ് കൺസംഷനിലും ചേഞ്ച് വരിക. ഓക്കെ, സോ we have learned what is dependent variable and what is independent variable. Now moving on to regression. Regression analysis എന്ന് പറയുന്നത് ബേസിക്കലി ഇപ്പോൾ ജസ്റ്റ് വിചാരിക്കുക കൺസെപ്ഷനും ഇൻകവും എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഉണ്ട്. സോ Y is the independent variable and C is the dependent variable. And അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ Y എന്ന് പറയുന്ന ഇൻകം നമ്മൾ ഫിക്സ്ഡ് ആക്കി വെക്കുക ഒരു വാല്യൂയിൽ. ഇപ്പം Y എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് 500 വെക്കുവാണെങ്കിൽ എത്രയായിരിക്കും കൺസപ്ഷൻ? ഓക്കെ, ആവറേജ് വാല്യൂ ഓഫ് കൺസപ്ഷൻ എത്രയായിരിക്കും, അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ എത്രയായിരിക്കും എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ റിഗ്രഷൻ അനാലിസിസ് കൂടെയാണ്. As you can see from the definition, regression analysis is concerned with the study of dependence of one variable on one or more independent variables with a view to estimating the mean or average value of the former in terms of the known or fixed values of the latter. എന്താണ് ഫിക്സ്ഡ് വാല്യൂസ് അല്ലെങ്കിൽ നോൺ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ച് ആവറേജ് വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ കണ്ടുപിടിക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? റിഗ്രഷൻ അനാലിസിസ്. സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. നമുക്ക് റിഗ്രഷൻ അനാലിസിസിൻ്റെ ഒരു എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. സോ അതിനു മുമ്പ് റിഗ്രഷൻ അനാലിസിസിൻ്റെ ഒരു എംപിരിക്കൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എംപിരിക്കൽ ടെസ്റ്റിംഗ് നടത്തിയ ആളാണ് കാൾ പിയേഴ്സൺ. എക്സാമ്പിൾ, ആസ് യു ക്യാൻ സീ ഫ്രം ദ എക്സാമ്പിൾ, നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത് ഫാദേഴ്സ് ഹൈറ്റും വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് സൺസ് ഹൈറ്റുമാണ്. സോ നമുക്ക് ഫസ്റ്റത്തെ നോക്കുമ്പോൾ 60 എന്ന് പറയുന്ന ഒരു ഫാദറിൻ്റെ ഹൈറ്റാണ്. സോ 60 ഇഞ്ചസ് ഉള്ള ഒരു ഫാദറിന് ഹി മേ ഹാവ് 3 or 4 ചിൽഡ്രൻ, അല്ലെങ്കിൽ 3 or 4 സൺസ് കാണുമല്ലോ. അപ്പോൾ ദേ മേ ബി ഹാവിങ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ആൻഡ് ഈ ഹൈറ്റ്സിൽ നിന്നും ഇത്രയും ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്നും നമ്മൾ ഒരു ഹൈറ്റ് മാത്രം ആവറേജ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ ഫിക്സ് ആക്കി വെച്ചതിന് ശേഷം ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഫിക്സ് ആക്കിയിട്ട് അതിന് നേരെയുള്ള വേരിയസ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ്
ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു ആവറേജ് വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഇനി 65 ആണ് ഫാദറിൻ്റെ ഹൈറ്റ് എങ്കിൽ ആ സമയത്തുള്ള സണ്ണിൻ്റെ സൺസിൻ്റെ എല്ലാവരുടെയും ഹൈറ്റ് എടുത്തു, അതിൽ നിന്നും ഒരു ആവറേജ് എടുക്കുന്നു ആൻഡ് സോ ഓൺ. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. ആൻഡ് ഫ്രം ദിസ് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ ആവറേജ് വാല്യൂസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ നമ്മൾ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ലൈൻ ഇസ് നോൺ ആസ് ദ റിഗ്രഷൻ ലൈൻ. ഇവിടെ മേജറായിട്ട് കാണിക്കുന്നത് കറസ്പോണ്ടിങ് ടു ഈച്ച് നോൺ വാല്യൂസ് ഓഫ് ദ independent variable, that is father's height, there is an average value of the dependent variable. Okay, so എന്താ സംഭവിക്കുന്നത്, ഫാദറിൻ്റെ ഹൈറ്റ് കൂടുന്തോറും, ദാറ്റ് ഇസ് 60 to 65 to 70, 75 അങ്ങനെ കൂടുന്തോറും ആവറേജ് ഹൈറ്റ് ഓഫ് ദ സൺസ് ഓൾസോ increases. So that is also one inference. So we can see that this is a second example for regression analysis. ഇവിടെ നമ്മൾ ഏജും ഹൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ എടുത്തത് ഫാദേഴ്സ് ഹൈറ്റും സൺ ഹൈറ്റും ആണെങ്കിൽ ഇവിടെ നമ്മൾ ഏജും എടുത്തിട്ടുണ്ട്, ഹൈറ്റും എടുത്തിട്ടുണ്ട്. സോ ഏജ് മാറുന്ന അനുസരിച്ച് എത്രമാത്രമാണ് ആവറേജ് ഹൈറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതാണ് റിഗ്രഷന്റെ എയിം. അതായത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറുമ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ഡിപെൻഡന്റ് വേരിയബിളിൽ ഉണ്ടാവുന്ന മാറ്റം, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ഫസ്റ്റ് 10 എന്ന് പറയുന്ന ഏജിലുള്ള കുറെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഒരു ആവറേജ് വാല്യൂ കിട്ടി, സംതിങ് അറൌണ്ട് 50. ഓക്കെ, സോ 11 എന്ന് പറയുന്ന ഏജിന്റെ ആവറേജ് വാല്യൂ എന്താ, 50ക്കും 60ക്കും ഇടയ്ക്ക്. ആൻഡ് 12 എന്ന് പറയുന്നതിനും ഒരു ആവറേജ് വാല്യൂ ഉണ്ട്. സോ വി ഹാവ് എസ്റ്റിമേറ്റഡ് ദ ആവറേജ് വാല്യൂ ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ, അതായത് ഹൈറ്റ്, ഇൻ ടേംസ് ഓഫ് ദ നോൺ വാല്യൂസ്. നമുക്ക് ഫിക്സ്ഡ് ആക്കി ഇൻഡിപെൻഡന്റ് വേരിയബിൾ വെച്ചിട്ട് ഡിപെൻഡന്റ് വേരിയബിളിന്റെ ആവറേജ് കണ്ടുപിടിച്ചു. ആൻഡ് ഈ ആവറേജസ് എല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ആ ഒരു ലൈനിന്റെ പേരാണ് എന്ത്, റിഗ്രഷൻ ലൈൻ. സോ ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 വേരിയബിൾസ് ഉള്ള ഒരു റിഗ്രഷൻ അനാലിസിസ്, അത്രേ ഉള്ളൂ. അതായത് അവിടെ ഒരു ഡിപെൻഡന്റ് വേരിയബിളും കാണും, ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളും കാണും. ആൻഡ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമാവും ആ ഡിപെൻഡന്റ് വേരിയബിളിനെ എഫക്റ്റ് ചെയ്യുക. സോ അങ്ങനെയുള്ള റിഗ്രഷൻ മോഡൽസിനെ പറയുന്ന ആ ഒരു അനാലിസിസിന് പറയുന്ന പേരാണ് ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ്. അവിടെ നമ്മൾ 2 വേരിയബിൾസ് എടുക്കുള്ളൂ. ഇപ്പം കേനീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ പോലെ അതിലുള്ളതുപോലെ ജസ്റ്റ് ഇൻകവും കൺസംഷനും, വേർ കൺസംഷൻ ഇസ് ദ dependent variable and income is the independent variable. ആൻഡ് നമ്മൾ ഇൻകത്തിനെ ഓരോ ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ നോൺ വാല്യൂസ് ഓഫ് ഇൻകത്തിൽ എത്രയായിരിക്കും ആവറേജ് വാല്യൂ ഓഫ് കൺസംഷൻ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടു വേരിയബിൾ റിഗ്രഷൻ അനാലിസിസ്. നമ്മളിവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് 30 ഫാമിലീസ് നമ്മളിവിടെ എടുക്കും. ആൻഡ് ആ 30 ഫാമിലീസിനെ നമ്മൾ 6 ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് 30 ഫാമിലീസ് ഉണ്ടാവും. അപ്പോൾ ചില ഫാമിലീസിനൊക്കെ ഓൾമോസ്റ്റ് സെയിം ഇൻകം ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള ഫാമിലീസിനെല്ലാം 6 ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ട്, ഇപ്പം ഒരു ഫാമിലിക്ക് 800, അടുത്ത ഫാമിലിക്ക് 1000, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ ഇൻ ഡീറ്റെയിൽ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. സോ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ ടോട്ടൽ 30 ഫാമിലീസിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഈ 30 ഫാമിലീസ് ആണ് നമ്മുടെ ഹോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ 30 ഫാമിലീസിനെ നമ്മൾ 6 ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 800, 1000, 1200, 1400, 1600 and 2000 ഇങ്ങനെയുള്ള ഇൻകം ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ 30 ഫാമിലീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ആൻഡ് ഈച്ച് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് എത്ര ഫാമിലീസ് വെച്ചുണ്ട്, 5 ഫാമിലീസ് വെച്ചിട്ട് ഓരോ ഇൻകം ഗ്രൂപ്പിലും ഉണ്ട്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ 800 എന്ന് പറയുന്ന ആ ഇൻകം ഗ്രൂപ്പിന് താഴെ എത്ര ഫാമിലീസ് ആണ്, 5 ഫാമിലീസ് ആണ്. അവർക്കെല്ലാം എന്തായിരിക്കും, ഡിഫറെന്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അതായത് അവരുടെ ഇൻകം ഇസ് ഫിക്സ്ഡ്, 800 ആയിരിക്കും അവരുടെ ഇൻകം. പക്ഷേ ഇപ്പൊ ഫാമിലി 1ന്റെ കൺസംഷൻ എത്രയായിരിക്കും, 550 ആയിരിക്കും. ബാക്കി 250 അവർ സേവ് ചെയ്യും.
നെക്സ്റ്റ് ഫാമിലി വരുമ്പോൾ ഇപ്പൊ ഫാമിലി എ എന്ന് വിചാരിക്കുക. ഫാമിലി എയുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 550. ഫാമിലി ബി സെക്കൻഡ് ഫാമിലി എടുക്കുവാണ്. 800 ഇൻകം ഉള്ള സെക്കൻഡ് ഫാമിലി എടുക്കുമ്പോൾ അവരുടെ കൺസംഷൻ എന്ന് പറയുന്നത് 600 ആണ്. ബാക്കി 200 ദേ ആർ സേവിങ്. ആൻഡ് സി എന്ന് പറയുന്ന ഫാമിലിക്ക് 650 ആവും. ഡി എന്ന് പറയുന്ന ഫാമിലിക്ക് 700 ആവും. അങ്ങനെ ഇ എന്ന് പറയുന്ന ഫാമിലിക്ക് 750 ആവും. സോ ഓരോ ഫാമിലിക്കും ഓരോരോ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഇവരുടെ എല്ലാം ഇൻകം എന്തായിരിക്കും? ഫിക്സ്ഡ് അറ്റ് 800 ആയിരിക്കും. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവരിൽ നിന്ന് ഇത്രയും ഫാമിലീസിന്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ നിന്ന് നമ്മളൊരു ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചറിലേക്ക് എത്തും. ദാറ്റ് ഇസ് 650. So here we are finding out the conditional mean of y with respect to x. നമ്മൾ ഇതിനെ ഈ വാല്യൂസിനെ എല്ലാം വിളിക്കുന്ന പേരാണ് കണ്ടീഷണൽ മീൻസ്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് എന്നാണ് നമ്മൾ ഇതിനെ ഈ വാല്യൂസിനെ ഒക്കെ വിളിക്കുന്നത്. എന്താണ്? കണ്ടീഷണൽ മീൻസ് അല്ലെങ്കിൽ കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ്. എന്തുകൊണ്ടാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് എന്ന വാക്ക് വന്നത്? അല്ലാതെ ജസ്റ്റ് മീൻ എന്ന് മാത്രം വരാതെ കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് എന്ന് വരാനുള്ള കാര്യം, ഇവിടെ നോക്കിക്കേ, ഒരു ഇൻകം ഗ്രൂപ്പ് ഫിക്സ്ഡ് ആണ്. നമ്മൾ ആ ഒരു ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകളെ മാത്രമേ നോക്കുന്നുള്ളൂ. സോ അപ്പം 800 എന്ന് പറയുന്ന ഫിക്സ്ഡ് വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ദാറ്റ് ഇസ് ഇൻകം. ഇൻകം എന്ന് പറയുന്ന ഫിക്സ്ഡ് വാല്യൂ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 650 ആണ്. സോ ഇതാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞ ആ റിഗ്രഷന്റെ ഒരു ഇമ്പാക്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ 1000 എന്ന് പറഞ്ഞു. 1000 എന്ന് പറയുന്ന ഇൻകം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ 1000 എന്ന് പറയുന്ന ഇൻകം ഉള്ള ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ 5 ഫാമിലീസ്. സോ ഇവരുടെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡിഫറെന്റ് ആണ്. ഇതിൽ നിന്നും നമ്മൾ കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് 748. So that is the conditional mean of y given x. ഓക്കെ, എന്താണ് എക്സ്പെക്റ്റഡ് വാല്യൂ? ഇതിന് ഈ ഒരു ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ പറയുന്നതാണ് expectation of y given x അല്ലെങ്കിൽ expected value of y given x, and this value is known as conditional expected value. Okay, so വേറൊരു ഇൻഫറൻസ് ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത്, സി ഈ നോൺ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യും തോറും ആവറേജ് വാല്യൂ ഓഫ് കൺസംഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്? ദാറ്റ് ഇസ് ഓൾസോ ഇൻക്രീസിങ്. As we have said in the earlier example of height of sons and fathers, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നോൺ വാല്യൂസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആവറേജ് വാല്യൂസ് ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ എയിം ഇവിടെ ഫുൾഫിൽ ആയിട്ടുണ്ട്. എന്താണ്? given the values of the independent variable, that is family income, we are estimating the average value of the dependent variable. So from the population regression function or PRF, it is clear that each conditional mean, that is expectation of y given xi, is a function of xi. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഓരോ independent വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ given the non values of independent variables, we have found out the average value of the independent variable. That is a function of xi. എന്താണ്? ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഈ എക്സ്പെക്റ്റഡ് വാല്യൂ. ആ ഒരു ഫംഗ്ഷൻ പറയുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. എക്സ്പെക്ടേഷൻ ഓഫ് y given xi is a function of xi. So PRF states that the expected value of the distribution of y given xi is functionally related to xi. അത്രേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? PRF അല്ലെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. സോ ഇതിന്റെ ലീനിയർ ഫോം ആണ് സെക്കൻഡ് ആയിട്ട് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് y given xi is equal to β1 plus β2 xi. Please note that ഇത് സബ്സ്ക്രിപ്റ്റ് ആണ്, ഈ β1 ഉം 1 ഉം 2 ഒക്കെ. So this is the linear form.
ആൻഡ് ലീനിയർ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് xi ചേഞ്ച് ചെയ്യുന്ന അതേ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ ആയിരിക്കും നമ്മുടെ കണ്ടീഷണൽ മീൻ വാല്യൂസും ചേഞ്ച് ചെയ്യുന്നത്. Okay, so this is population regression function, and ഇതിൽ നിന്ന് കുറച്ച് ഇൻഫറൻസസ് ആണ്. xi എന്ന് പറയുന്നത് എന്താണ്? given values of x. നമുക്ക് given fixed ആയിട്ടുള്ള values of independent variable കാണും, അതാണ് xi. And y is the dependent variable. Expectation of y given xi is the expected value of y given xi. Beta 1 and beta 2 എന്ന് പറയുന്ന ഇതിനെ രണ്ടിനെയും വിളിക്കുന്ന പേരെന്താണ്? റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്നാണ് ബീറ്റ 1 ഉം ബീറ്റ 2 നെയും വിളിക്കുന്നത്. And beta 1 is the intercept and beta 2 is the slope coefficient. നമ്മൾ പഠിച്ച c is equal to a plus by ഉണ്ടല്ലോ, ആ സെയിം ഒരു മെത്തഡോളജി ഇവിടെ ഓർത്താൽ മതി. ദാറ്റ് ഇസ് ഹിയർ, as we all know, y is the income and b is the MPC എന്ന് പറഞ്ഞില്ലേ, ആ MPC നെയാണ് ഇവിടെ സ്ലോപ്പ് കോഎഫിഷ്യന്റ് എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇന്റർസെപ്റ്റ് ഇസ് a, ഓട്ടോണോമസ് കൺസെപ്ഷൻ ആണ്, ദാറ്റ് ഇസ് ഇന്റർസെപ്റ്റ് ആയിട്ട് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. So that is population regression function. എന്താണ്? Expectation of y given xi is a function of xi, where xi is the given value of x or given values of independent variables, and expectation of y given xi എന്ന് പറയുന്നത് എന്താണ്? The expected value of the dependent variable given non-values of the independent variable xi. Okay. We can understand that ഓരോ ഇൻകം ഗ്രൂപ്പ്സിനും, ദാറ്റ് ഇസ് 800, 1000, 200, ഇതിനെല്ലാം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഓരോ കണ്ടീഷണൽ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൈനിന് പറയുന്ന പേരാണ് പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ ഓർ പോപ്പുലേഷൻ റിഗ്രഷൻ curve. So what is PRC or population regression line? It is the locus of conditional means of dependent variable for the fixed values of the independent variable. എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് ഫിക്സ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഫിക്സഡ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷണൽ മീൻസ് കാണും ഓരോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനും, ദാറ്റ് ഇസ് ഇൻകത്തിനും. സോ അതിനെല്ലാം തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷണൽ മീൻസ് കാണും. ഇതിൻ്റെ എല്ലാം ലോക്കസ് അല്ലെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ആ ലൈനിന് പറയുന്ന പേരാണ് എന്ത്? പോപ്പുലേഷൻ റിഗ്രഷൻ ലൈൻ ഓർ പോപ്പുലേഷൻ റിഗ്രഷൻ കർവ്. So to understand the stochastic specification of PRF, കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക, ഇവിടെ 800 എന്ന് പറയുന്ന ഇൻകം ഗ്രൂപ്പിന് താഴെ വരുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആണിത്. ആൻഡ് 1000 എന്ന് പറയുന്ന ഇൻകത്തിന് താഴെ വരുന്ന ഇൻകം ഗ്രൂപ്പ്സിന്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആസ് വി ക്യാൻ സി, 800 എന്ന് പറയുന്ന ഇൻകം ഗ്രൂപ്പിന് താഴെ വരുന്ന കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സിൽ 550, 600, 650, 700, 750 ഇങ്ങനെയാണ് ഓരോ ഫാമിലീസിന്റെയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ആൻഡ് 1000 എന്ന് പറയുന്ന ഇൻകം ഗ്രൂപ്പിന് താഴെ വരുന്ന ഫാമിലീസിന്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് 650, 700, 740, 800 and 850. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കും, 800 എന്ന് പറയുന്ന ഇൻകം ഗ്രൂപ്പ് ഉള്ള ആളുകളിൽ രണ്ട് ഫാമിലീസ് 700ഉം 750ഉം ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, കൺസംഷൻ ആയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 1000 എന്ന് പറയുന്ന ഇൻകം ഗ്രൂപ്പിന് താഴെയുള്ള ഒരു ഫാമിലി, ആ ഒരു ഫാമിലി മാത്രം 650 എന്ന് പറയുന്ന അത്രയും കൺസംഷനെ അവർ നടത്തുന്നുള്ളൂ, വിച്ച് ഇസ് ലെസ് ദാൻ 700 and 750. നോക്കിക്കേ, 800 എന്ന് പറയുന്ന അത്രയും ഇൻകം ഉള്ള ആളുകൾ 700, 750ക്ക് കൺസ്യൂം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫാമിലി മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് 650 റുപ്പീസിന് മാത്രമേ അവർ കൺസംഷൻ നടത്തുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവൻ 750നെക്കാളും കുറവാണ് 700 ആൻഡ് 740. അങ്ങനെ ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ് ഉണ്ട്.
അതായത് ഇൻഡിവിജ്വൽ ഡേറ്റയിൽ ഇൻകം മാത്രമല്ല ഒരു ഫാമിലിയുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുക. നമുക്കറിയാം ഇൻകം ഒരു മേജർ ഫാക്ടറാണ്. പക്ഷെ മറ്റ് പല കാരണങ്ങളും നമുക്ക് നമ്മുടെ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത പല ഫാക്ടേഴ്സും ലൈക്ക് വെൽത്ത് ഉണ്ടാവാം, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പല ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഇതെല്ലാം തന്നെ ഒരു ഫാമിലിയുടെ കൺസംഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഫാക്ടേഴ്സ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല നമ്മുടെ മോഡലിൽ. സോ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു PRF അല്ലെങ്കിൽ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റോക്കാസ്റ്റിക് സ്പെസിഫിക്കേഷൻ ഓഫ് PRF എന്ന് പറയുന്ന ഹെഡിന്റെ താഴെ പഠിക്കുന്നത്. ആ സെയിം ഫിനോമിന നമുക്ക് ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. നോക്കുക, ഈ ഒരു ആവറേജ് വാല്യൂവിൽ നിന്ന് മാറിക്കിടക്കുന്ന കുറേ y വാല്യൂസ് ഉണ്ട്. ഇത് yയും ഇത് xും ആണ്. this is income and this is consumption. This is consumption and this is income. So അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ ആവറേജ് വാല്യൂ ഓഫ് കൺസംഷനിൽ നിന്ന് മാറിക്കിടക്കുന്ന കുറേ അധികം y വാല്യൂസ് ഉണ്ട്. സോ ഈ y വാല്യൂസ് ഒക്കെ മാറിക്കിടക്കുന്നത് പല ഫാക്ടേഴ്സ് കാരണമായിരിക്കും. അപ്പം അതിനെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടേം യൂസ് ചെയ്യും. ദാറ്റ് ഇസ് UI which is known as error term. Error term എന്നാണ് UI-നെ പറയുന്നത്. ആൻഡ് UI is basically just simple words ൽ പറയുവാണെങ്കിൽ it is the difference between the individual y values and the average value or the mean value of y given x. Okay, so let's see. So നമ്മൾ പറഞ്ഞതുപോലെ തന്നെ we can express UI as the difference between the individual y values and the average value of, that is y given xi, expected value of y given xi. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതായത് വേറെ അതർ ഫാക്ടേഴ്സ് കാരണം, ഇപ്പം ഇൻകം മാത്രമല്ല വെൽത്ത്, അങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മുടെ കൺസെപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് കാരണം y വാല്യൂസ് മാറിക്കിടക്കും, അല്ലെങ്കിൽ ദർ വിൽ ബി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y വാല്യൂസ് അറൌണ്ട് ദ മീൻ വാല്യൂ. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നതാണ് UI, that is error term, which is represented as yi minus expectation of y given xi. നമ്മൾ rearrange ചെയ്യുമ്പം we will get it as yi is equal to expectation of y given xi plus UI, where UI is the disturbance term or error term. ഇതൊരു UI എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണ് which can assume any value. So it is known as disturbance term or error term. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗിവൺ ഇൻകം ലെവൽ ഒരു സ്പെസിഫിക് ആയിട്ട് നോൺ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫാമിലി yi. ഓക്കെ, yi എന്ന് പറയുന്നത് i എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും എക്സ്പെൻഡിച്ചർ, അതായത് ഏതെങ്കിലും ഒരു ഫാമിലിയുടെ എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഈസ് yi can be expressed as the sum of two components. രണ്ട് കമ്പോണൻസിന്റെ സം ആയിട്ട് നമുക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാം? ദ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫാമിലി. ഒന്നാമത്തത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് y given xi, and the second one is UI. So expectation of y given xi is the deterministic component, and that means the mean consumption expenditure of all the families with the same level of income. നമ്മൾ കണ്ടുപിടിച്ചത്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, the mean consumption expenditure of all the families with the same level of income. അതായത് 800 എന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഇൻകം കാണുമല്ലോ, ആ ഇൻകത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ ലെവൽ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് UI, that is the random or non-systematic component, which is the error term for all the eliminated or omitted variable that may affect y but are not included in the regression model. എന്താണ് നമ്മുടെ റിഗ്രഷൻ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് ഫാക്ടേഴ്സ് കാണും കൺസംഷനെ അഫക്റ്റ് ചെയ്യുന്നത്, ലൈക്ക് വെൽത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. സോ അത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്ന് ഇത്രയും മാറി yi വാല്യൂ കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ ആണ് UI അല്ലെങ്കിൽ എറർ ടേം. ഓക്കെ,
I hope this video was useful to you. Thank you for watching. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ please write it in the comment box. Thank you.